ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീച്ചിട്ടു, ഞാനൊരു ട്രിപ്പ് അടിച്ചിട്ടോ. രാവിലെ തന്നെ ട്രിപ്പ് അടിച്ചത് എടുക്കാൻ പറ്റില്ല. ഞാനൊരു ആപ്ലിക്കേഷൻ ഓണാക്കി പാടാൻ ഒരു എയർപോർട്ട് അടിച്ചു. എയർപോർട്ട് ഇറക്കിയതാ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് 600 വണ്ടിയാണ്. ആദ്യമായിട്ടാണ് 600 വണ്ടി ക്യൂ നിൽക്കുന്നതാണ്. 600 വണ്ടി ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓഫീസും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല, കിട്ടൂല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ എന്താ പറയുക, ബാംഗ്ലൂർ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഓട്ടോ അടിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അടിച്ചോളും. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് റോഡൊക്കെ കാലിയാട്ടോ. എല്ലാവരും ഒന്ന് എണീച്ച് വരുമ്പോൾ എന്തായാലും ഉച്ച കഴിയും റോഡൊന്ന് ഇതാവണമെങ്കിൽ. സൺഡേ അങ്ങനെ നമ്മൾ സൈഡാക്കിയിട്ട് വണ്ടി ഇങ്ങനെ പോയാൽ CNG കത്തും. ഇവിടെ എന്നും വന്ന് നിർത്തല്. ഇവിടുന്ന് ഒരു 15 മിനിറ്റോളം കാത്തു നിന്നാൽ ഉള്ളിൽ ഓട്ടടിക്കും എന്നാണ് വിശ്വാസം. ഒന്നും കഴിച്ചിട്ടില്ല. എന്തോ മിക്സർ ബാറ്റുണ്ട്, മിക്സർ 10 റുപ്യൻ്റെ. അതിൽ നിന്ന് അവിടുന്ന് വണ്ടി ഒന്ന് ഷാർട്ടാക്കി ഒന്ന് കുറച്ച് വണ്ടിക്ക് വന്ന് ഓട്ടടിച്ചിട്ടോ. 10 മിനിറ്റ് അവിടെ നിന്ന് കിട്ടും. ഒട്ടൊന്നും അടിച്ചില്ല. ഇതൊരു 200 റുപ്യൻ്റെ ഓട്ടമാണ്. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. രണ്ടാമത്തെ കസ്റ്റമറാണ്. ഇവിടുന്ന് മറ്റേ റേറ്റാണ് കാണിക്കാണ്. ആരാണ് എന്താണെന്ന് അറിയില്ല. ഇവിടെ ആണ് വീട്. റോഡൊക്കെ അടിപൊളിയാട്ടോ. അങ്ങനെ നമ്മൾ ആ കസ്റ്റമറെ ഇറക്കി വിട്ടിട്ടോ. ഇതെന്തോ ഒരു കല്യാണ മണ്ഡപത്തേക്ക് ഇറക്കി വിട്ടു. കല്യാണം നമുക്ക് അടുത്ത ഓട്ടം അടിച്ചിട്ടില്ല. ഇനി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ കസ്റ്റമർ ഇറക്കി ഇട്ടിട്ടോ. അത് മേടായിരുന്നു. സേലത്താണ്, തമിഴ്നാട്. പക്ഷേ ഇവിടെയാണ് ജനിച്ചതൊക്കെ. നമുക്ക് ഒരു ചായ കുടിക്കണം, ഒരു കാൽ ചായെങ്കിലും കുടിച്ച ഒരു ഉഷാർ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 230 റുപ്യൻ്റെ ഓട്ടം ചെയ്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 2 ഓട്ടം കംപ്ലീറ്റ് ആക്കിയിട്ടു. കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഓട്ടം അടിച്ചു. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ. എന്തായാലും ഒരു 300 റുപ്യ ഓട്ടമാണ്. അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ വിശേഷമായിട്ട് അറിയാം, ആരാണെന്തോന്നൊക്കെ അറിയാം. ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ലൊക്കേഷനൊക്കെ ഇതാണ്. ആള് കാണില്ല. അങ്ങനെ ആ 3 വേടന്മാരായിരുന്നു. അവരെ ഇറക്കി വിട്ടോ. അങ്ങനെ 3ാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇത് 3 മേടായിരുന്നു. എന്താ പറയുക, ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. സംസാരിച്ചത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഏത് ഭാഷയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാതിരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ അത് 240 റുപ്യൻ്റെ ഓട്ടം. 245 കിട്ടി. 230 നമുക്ക് ബാക്കി 50 റുപ്യ. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പോയിപ്പോട്ടെ. അപ്പോൾ ഇനി മലയാളോട്ടിൽ പോയേക്കാം. എന്താണ് അവിടുത്തെ അവസ്ഥ, കാര്യങ്ങൾ. ഓട്ടം അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഫുഡ് അടിച്ചിട്ട് മതി കച്ചവടം. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശപ്പ്. എന്തായാലും നമുക്ക് ഹോട്ടലിൽ അങ്ങനെ ഇപ്പോഴും മലയാളോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. 200 മീറ്റർ പോയ മലയാളോട്ടിലായിരുന്നു. അപ്പോഴും പറ്റില്ല. അപ്പോൾ
ഒരു 300 ഉറുപ്പിൻ്റെ ഓട്ടോ അടിച്ച് പിന്നെ എടുത്ത്. പിന്നെ വേറെ പാകമില്ലാത്തതുകൊണ്ട്, പാകമില്ലാന്നല്ല, പിന്നെ അടുത്ത ഓട്ടോ ചിലപ്പോൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോ അടിച്ചില്ലെങ്കിലോ വെച്ചിട്ട് എന്തായാലും ഇത് എടുക്കാനെന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ കസ്റ്റമറെ ഇറക്കി വിട്ടിട്ടേ ചായ കുടിക്കാൻ പറ്റും. ഇതാണ് പറ്റാത്തത് സംഭവം. എനിക്ക് ക്യാൻസൽ അടിച്ചാൽ മതി, പക്ഷേ നോക്കട്ടെ. എന്തായാലും ഈ കസ്റ്റമർ എടുത്തിട്ട് ഈ കസ്റ്റമർ വിശ്വാസം കറങ്ങിയിട്ട് അറിയാം. ഓക്കെ, പുറത്തേക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും കസ്റ്റമർ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. 10-15 മിനിറ്റായി വെയിറ്റ് ചെയ്യണ്. കുറച്ചും കഴിഞ്ഞിട്ട് പോയി വിചാരിച്ചു. അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മൾ കസ്റ്റമർ 5 ആളുണ്ടായിരുന്നു കേട്ടോ. 5 ആള് നേരെ ഞാൻ കയറുമ്പോൾ പറഞ്ഞെങ്കിൽ നമ്മൾ പോകുന്ന ലൊക്കേഷന് പോലീസുമാരുള്ള ലൊക്കേഷനാണ്, എന്തായാലും ഫൈൻ കിട്ടുമെന്നാണ്. ഇപ്പോൾ അവർ കുടിച്ചാൽ ഞങ്ങൾ കൊടുത്തോണ്ടെന്ന് പറഞ്ഞവർ. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പേടിക്കാണ്. അങ്ങനെ എന്ത് ചെയ്ത് നേരെ വന്ന് നേരെ പോരെ വഹിക്കണ പോലീസ് 5 ആൾക്ക് ഫൈൻ ഇട്ട് 1000 രൂപ പറഞ്ഞ് പോലീസുകാരെ. ഞാനത് പറഞ്ഞ് 200 രൂപ കൊടുത്ത്. അവർ കൊടുത്ത്, ഞാൻ കൊടുത്തിട്ടില്ല, അവർ തന്നെ കൊടുത്തിട്ടോ. അതുപോലെ അപ്പോൾ എന്നോട് സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി. അത് ഇവിടെയുള്ള പെൺകുട്ടി, നമ്മുടെ സിക്കിമിലുള്ള പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു തംബ്ലീൻ ആക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടാണ്, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ നല്ല ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്ലി ആയിരുന്നു. എന്തായാലും നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ലൊക്കേഷനല്ല, വണ്ടി ഇവിടുന്ന് പുറത്ത് കിടക്കണം. ഒരു വല്ലാത്തൊരു സ്ഥലമായിരുന്നു നമ്മൾ വന്ന് പെട്ടത്. അങ്ങനെ നമ്മൾ കുറേ നോക്കി അവസാനം നമുക്കൊരു കേരള ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മലയാളോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ലൊക്കേഷനിൽ കണ്ടതാണ്. തുറന്നിക്കണോ ഇല്ലയെന്ന് അറിയില്ല. ലൊക്കേഷനിൽ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. 2020 എന്നാണ് പേര്. എന്തായാലും പോയി നോക്കാം എന്താ ഉള്ളതെന്ന് അറിയാൻ. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നു. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കാണ്. വന്നത് പെട്ടോന്ന് സംശയമുണ്ട്. നോക്കട്ടെ എന്തായാലും. ഈ ഗള്ളിയാണ് കാണിക്കണേ. ഈ ഗള്ളിയിൽ ഇത് 1 വേ ആണോ 2 വേ എന്നറിയില്ല. എന്തായാലും ഇവിടെ മലയിലോട്ട് ഉണ്ടാവുമെന്നൊക്കെ സംശയം. ഇവിടെ ഉണ്ടാവുക, നമ്മളെ പറ്റിച്ചതാണോ? എന്തായാലും കുറച്ചും കൂടെ പോയി നോക്കാം. ഇവിടെ പാർക്കിംഗ് ആണ് പ്രശ്നം വരും. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, പേ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്താണ്, പേ പാർക്കിംഗ് ആണോ ഇല്ലെന്നൊക്കെ അറിയാം. പേ പാർക്കിംഗ് കണ്ടു. എന്തായാലും പേ പാർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷമായിട്ട് കാണാം. ഒരു പേ പാർക്കിംഗ് കേട്ടോ. എത്ര റുപ്യാന്ന് അറിയില്ല, എന്തായാലും എടുക്കുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നോക്കട്ടെ. അങ്ങനെ നമ്മൾ മലയിലോട്ട് കണ്ടുപിടിച്ചിട്ടോ. സദ്യ കണ്ടു അങ്ങനെ പേര്. ഇടിയപ്പവും നല്ല ഇടിയപ്പവും ചിക്കൻ കറിയും പറഞ്ഞു. ചായ എന്തായാലും കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഫുഡ് കഴിച്ചു. ഒരു ചിക്കൻ കറി, 6 ഇടിയപ്പം, ഇന്നത്തെ നൂൽപുട്ട്, ഒരു ചായ, ഒരു വെള്ളം, 272 രൂപ. ഞാൻ പുട്ടും ചിക്കൻ കറിയും ചായ ഒരു കുപ്പി വെള്ളം മേടിച്ച് ആകെ 90 രൂപ ആയ സ്ഥലത്ത് ഇവിടെ സിറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ അത് ഇത് ബസ് സ്റ്റോപ്പല്ലേ വലിയ, അതുകൊണ്ട് അത്ര പൈസ. പിന്നെ ഇവിടെ പാർക്കിങ്ങിന് 30 രൂപ. 302 രൂപയായി രാവിലത്തെ ചായ കുടിക്ക്. അന്തസ്. എന്തായാലും വേണ്ടില്ല, നമുക്ക് ആപ്ലിക്കേഷൻ ഓണൊക്കെ ഉണ്ടെങ്കിൽ പോവാം. എന്തായാലും അത് വിശേഷമായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ മെജസ്റ്റിക് ബസ് സ്റ്റോപ്പ് എത്തിട്ടോ. ഇതാണ് മെജസ്റ്റിക് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഹെഡ് സൈഡിൽ കാണുന്നതാണ് മെജസ്റ്റിക് ബസ് സ്റ്റോപ്പ്. ഭയങ്കര തിരക്കാണ്.
കുറച്ചങ്ങോട്ട് കയറ്റി വേണ്ടി നിർത്താൻ വിചാരിച്ചു. എങ്ങനെ നമ്മൾ ആ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കൊരു ഓട്ടോ അടിച്ചിട്ടോ. കസ്റ്റമർ ഇവിടെ നിൽക്കുന്നുണ്ട്, എവിടെയെന്ന് അറിയില്ല. എന്തായാലും നോക്കട്ടെ എവിടെയെന്ന്. ഇതാണോ വിജയാണോ തന്നെ. അങ്ങനെ നമ്മളെ ആ കസ്റ്റമറെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ടോ. അതൊരു അമ്മി, മകളും പേരക്കുട്ടി, അങ്ങനെ 3 നാളായത്. കുട്ടിക്ക് 8-ാം മാസം കേട്ടോ, 8-ാം മാസമായിട്ടുള്ളൂ. ഇവിടെ ഉള്ള ആളിനെയാണ്, ലോക്കലായിരുന്നു. എൻ്റെ സ്ഥലം ചോദിച്ചു, പേര് ചോദിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്ത് വേറെ ആളാട്ടോ. ഇപ്പം അതുകൊണ്ടാണ് പേര് വെച്ചത്. അങ്ങനെ നാട്ടിലെവിടെയെന്ന് വെച്ചാൽ കേരളത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഊബറിന് ലീവ് കൊടുത്തിരിക്കില്ല, ഞാൻ ഊബർ ലീവ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച, ടൈം 3:30. ഏതെങ്കിലും ഒരു ഫിലിമിനൊക്കെ പോയി ഒന്ന് ഫ്രീ ആവാനൊരാഗ്രഹം. ഈ ബ്ലോക്കും ട്രാഫിക്കും തിരക്കും ഓടലും പിടിക്കലും ഓണടിയും പ്രാന്ത് പിടിച്ചു. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഇതാ റൂമിൽ വന്നത് അന്ന് ഫ്രഷായിട്ടോ. ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഇവിടെ അടുത്തൊരു മാളുണ്ട്, മാൾ ഓഫ് ഏഷ്യ എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇന്ന് ലീവാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരെടുത്തിട്ട് മാളത്തെ വീഡിയോസ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഏതാ ഫിലിമൊന്നും അറിയില്ല, ഏതെങ്കിലും ഫിലിമൊക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ വൈകുന്നേരത്ത് ഇറങ്ങിയ സ്ഥലമാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലത്തേക്ക് എത്തി. ഇത് നമ്മൾ വണ്ടി അവിടെ അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്, കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. ഞാനൊരു ഫ്രണ്ടും ഉണ്ട്, നമ്മളെ കൊപ്പത്തുള്ള ചങ്കും ഓനെ കൂട്ടിട്ട് പോയിക്കണ്. നമ്മൾ പോണ വഴിയാട്ടോ അത്. അടിപൊളി വെള്ളവും കലങ്ങൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. ഇനി മാളിക്ക് എത്തിയിട്ട് നോക്കാം. ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ മാളിക്ക് എത്തും കേട്ടോ. മാളിക്ക് എത്താനായിക്കണ്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ മാള് കവർ ചെയ്യും. പേടിച്ചിട്ടുണ്ട്. നോക്കടാ അർജുനെ. അവിടെ ഈ പുറത്ത് വിൽക്കണ കുറേ ഇതുണ്ട് കേട്ടോ, മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ആ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. മാളിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് അടിപൊളി മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. എൻ്റെയൊക്കെ പ്രൈസ് കേൾക്കുമ്പോഴാണ് നമ്മൾ നെട്ടുക. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് അടുക്കണേ ഇല്ല. നമുക്ക് സ്റ്റാർബക്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. വേണോ? വേണ്ട. കുറച്ച് എനിക്ക് ഐഫോൺ വേണമെന്ന് പറഞ്ഞത്. ഐഫോൺ വേണ്ട വേണ്ട. നമുക്ക് അവിടെ ലോക്കലേര് മോഡലുണ്ട്. സ്റ്റാർബക്സ് വേണമെന്ന് പറഞ്ഞത് അവർ. അങ്ങനെ ചെക്കൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞ് ഫോട്ടോ വീഡിയോ ഉണ്ട്. ഫോട്ടോ ചെക്കനക്ക് ചെറുതായിട്ടൊരു പേടിയായിരുന്നു ലിഫ്റ്റ് കയറാണ്. ഞാൻ ഉന്തി തച്ച് പൊളിച്ച് കയറ്റിയിട്ടുണ്ട് ചെക്കനെ. ഈ വീഡിയോ സൂപ്പറാടാ, അടിപൊളിയാണ്. സൂപ്പർ മഞ്ച അത് കാണാം. എനിക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാം. പോരെ, നമ്മളത് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് കിടന്നാൽ അവിടെ എത്തി. അങ്ങനെ കുറേ പെപ്സും കാര്യങ്ങളൊക്കെ കണ്ട്. ഇപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് ഒന്നും വേണോ എന്തെങ്കിലും ഇനി സ്പെഷ്യൽ ഇന്ന് ഫുള്ളായിരിക്കുന്നു ചെക്കൻ്റെ. നമ്മളിങ്ങനെ മോൾക്ക് പ്ലാനിങ്ങിലാണ്. മോളത്തെ എത്തിയിട്ട് കാണാം. പെണ്ണുങ്ങൾക്കുള്ള ഒരുപാട് സാധനം കൊടുക്കണം കേട്ടോ. ഡ്രസ്സായാലും മാലായാലും വേണോ. കിച്ചന് അടിപൊളി സംഭവങ്ങളുണ്ട്, ഓരോ പേരുകളുണ്ട്. സത്യത്തിൽ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളെ മറ്റേ തിയേറ്റർ നോക്കി അവിടെ എത്തിയിട്ടോ.
സത്യത്തിൽ ഞങ്ങൾ വന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ മറന്നു വയ്ക്കണ്. എന്തായാലും കുറച്ചും കൂടി പോയി നോക്കാൻ വിചാരിച്ചു ഇങ്ങനെ വരികയാണ്. അങ്ങനെ ചെക്കനൊക്കെ എന്തൊരു ബ്ലൂടൂത്തിൻ്റെ സാധനം മേടിക്കാൻ നടക്കുകയാണ്. അതാണ് അവിടെ ഉണ്ടാവും സ്പീക്കർ. അങ്ങനെ എവിടെ അങ്ങനെ ചെക്കനൊക്കെ ബ്ലൂടൂത്ത് സംഭവം കണ്ടെത്തി. ഇവിടെ ക്യാമറ എന്ത് സംഭവം ഒന്നും തന്നെ വാഹന നിരീക്ഷണമല്ലേ. ഇവിടെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. മറ്റേ വാഹന നിരീക്ഷണം, മറ്റേ ടോണൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം ടോണടാ ഇത് മറ്റത് അങ്ങനെ അടിപൊളി സാധനം. അത് മറ്റതല്ലേ ഫേണല്ലേ ഫോൺ. ഒരു സ്റ്റൂളിട്ടിട്ട് കയറി ഇരുന്നൊക്കെ ചെക്ക. ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടിപൊളി ജ്യൂസ് കടയാണ്. ചെക്കൻ്റെ വക 2 ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്ത് ജ്യൂസൊന്നും അറിയില്ല, എന്തായാലും കുടിച്ച് നോക്കാം. ഓക്കെയല്ലേ? അങ്ങനെ എൻട്രൻസിൽ ചെക്കൻ കയറാണ്. ഫിലിം കണ്ടിട്ട് ശശികല അറിയാം. 250 രൂപ ഇപ്പോഴാണ് മുതലായതല്ലേ? അടിപൊളി ബാത്റൂം ആട്ടോ. പക്ഷെ ഇപ്പം ആളിലൊന്നും വീഡിയോ എടുക്കില്ല. എന്താ ലക്ഷറി ഫുൾ ലക്ഷറി. അവിടെ കയറാം, കുറച്ച് കയറാം ആദ്യം. ആരെങ്കിലും ഉണ്ടോ ഒക്കെ അവിടെ? മിക്കവാറും ഞാനും ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. 6 കയറിക്കോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു തിയേറ്ററായിട്ട് കാണുന്നുണ്ടോ. അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ച് ചെക്കൻ ഇരുന്ന് തുടങ്ങി. അപ്പം ഞാൻ കണ്ടിട്ട് വീഡിയോസ് പടം കാണിക്കണോ? പടം കാണിച്ച് യൂട്യൂബറിനെ കൊല്ലോ. പടം കഴിഞ്ഞു. എങ്ങനെ പാടോ? ഇങ്ങനെ പാടോ? കുഴപ്പമില്ല, സൂപ്പറേ, മോശം പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മളെ അർജുൻ പറയുന്നത് ബെൽറ്റ് അടിപൊളി പാടാണെന്നാണ്. പടം കഴിഞ്ഞത് ഇറങ്ങി ഗോറ്റു റൂം. അങ്ങനെ പടം കഴിഞ്ഞിട്ടു. അടിപൊളി പടമല്ലേ, പൊളിച്ചില്ലേ? ഇനി ഞങ്ങൾ ഗോറ്റു റൂമൊക്കെയാണ്. ഇനി വായി നോക്കാൻ പ്ലാനിങ് ഉണ്ടോ? നേരെ സ്ട്രൈറ്റ് റൂം അതൊക്കെ കഴിഞ്ഞു. എന്താ നേരെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഒരു 1 കിലോമീറ്റർ അടക്കാണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളുടെ അറിയാം. ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളെ അർജുൻ്റെ പൊണ്ടാട്ടിക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞത് പേടിച്ചോ? വല റാഞ്ചിയാലോ. നല്ല വലങ്ങനെ മീനിങ്ങനെ സാധനമുണ്ട്. അർജുനെ അടുത്തുള്ള ഒന്ന് സാധനം സൂപ്പർ കേട്ടോ. നമുക്ക് ഇത് ഈ മോഡൽ, ആ മോഡൽ അവിടെ കിടക്കുന്നത് എടുത്തോ. കുറേ സാധനത്തിൽ വില ചോദിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. കുറേ തെണ്ടി നടന്നു അല്ലേ? ഒന്നും മേടിച്ചില്ല, ജ്യൂസ് മേടിച്ചിട്ടോ. അത് ഉപകാരത്തെ വിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഇതുവരെക്കും ഗുഡ് നൈറ്റ്.